പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് കണവ തോരൻ വയ്ക്കാൻ പോവുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ കണവ തോരനാണ്. അതിന് ഇൻഗ്രീഡിയൻ്റ് ഇതാണ്. ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റാണിത്. ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ്, പിന്നെ ഉള്ളി അരിഞ്ഞത്. ചെറുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് 2 സവാള എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി കറിവേപ്പില. പിന്നെ ഇതിൽ മസാലയിൽ തേങ്ങ, ഇറച്ചി മസാലപ്പൊടി, വെളുത്തുള്ളി, തമിഴ് പൂണ്ടെന്ന് പറയും. വെളുത്തുള്ളിക്ക് പൂണ്ടെന്ന് പറയും തമിഴിൽ. പൂണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഞാനിതിലിട്ടു. എന്ന് വെച്ചാൽ നമ്മൾ താളിക്കുമ്പോൾ കറിവേപ്പില എടുത്ത് ദൂരെയാണ് എടുത്തിടുന്നത് കഴിക്കുന്ന സമയത്ത്. പക്ഷേ ഇതിൽ കൂടെ അരച്ചെടുത്താൽ അതും നമ്മുടെ വയറ്റിൽ പോകും. വയറ്റിന് നല്ല ഇതാണ്. വയറ്റിന് നല്ല ഈ വിരയൊക്കെ വരില്ലേ, ആ കൃമിക്കൊക്കെ നല്ലതാണ് കറിവേപ്പില. നമ്മുടെ കറിക്കൂട്ടുകളിൽ അരച്ച് ചേർക്കും കഴിക്കുമ്പോൾ. അത് എന്നിട്ട് ഉപ്പു, കടുക്, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. എണ്ണ ഇത്രയാണ്. ഇനി അടുപ്പ് കത്തിച്ചു. ഞാൻ തീ കത്തിച്ച് അടുപ്പിൽ ചട്ടി വയ്ക്കുകയാണ്. ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം ഇപ്പോൾ ചീനച്ചട്ടി നല്ലോണം ചൂടായി. ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടി നല്ലോണം ചൂടായതിന് ശേഷം ഇതെല്ലാം പൊട്ടി തീർന്നതിന് ശേഷം ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇടുക. പേസ്റ്റ് ഇടുമ്പോൾ തെറിക്കും, അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വെച്ചാണ് ഇടുക. ഇഞ്ചി പൂണ്ട് പേസ്റ്റ് നല്ലവണ്ണം വശങ്ങി നല്ല വെന്തതിന് ശേഷം ഇച്ചിരി കരിവേപ്പില, എന്ന് വെച്ചാൽ കരിവേപ്പില ഓവറാകരുത്. നമ്മൾ അരയ്ക്കുമ്പോൾ കരിവേപ്പില ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഉള്ളി, സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആയാലും ചെറുള്ളി ആയാലും കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എടുത്തിട്ടിട്ട് ഒന്ന് വശക്കി കൊടുക്കുക. അതിലും പൂണ്ട്, എന്നുവെച്ചാൽ കണവ എന്ന് പറയുന്നത് കുറച്ച് ഗ്യാസ് ഉള്ളതാണ്, അതുകൊണ്ട് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റും ഇട്ടു. പിന്നെ ഈ സവാള ഉള്ളി കൊത്തി അരിഞ്ഞതിൻ്റെ കൂടെ അല്ലെങ്കിൽ കൊച്ചുള്ളി അരിഞ്ഞതിൻ്റെ കൂടെ ഈ പൂണ്ടും അല്ലെങ്കിൽ വെളുത്തുള്ളിയും ഉരിച്ച് ഇട്ടാൽ അത് നല്ല വെന്ത് വരുമ്പോൾ അത് വയറ്റിന് നല്ലതാണ്. ഇതിലിനി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയിട്ട് ഇത് വഴറ്റി മിക്സ് ചെയ്ത് ഈ ഉപ്പ് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി എടുക്കുമ്പം ഈ ഉള്ളി ഇച്ചിരി വഴണ്ട് ഇതാവും. പിന്നെ അതിൻ്റെ കൂടെ നമ്മളിത് കണവ നല്ലോണം വൃത്തിയാക്കിയിട്ട് അവിച്ച് വെച്ചേക്കാണ്. അവിക്കുമ്പോൾ ഇച്ചിരി വെള്ളം കുറച്ച് വെച്ച് വേണം അവിക്കാൻ.
എന്നുവെച്ചാൽ കണവയിൽ വെള്ളം ഊറി കിട്ടുന്നതാണ്. അതുകൊണ്ട് വേഗം വെള്ളം ഊറും. അതുകൊണ്ട് വെള്ളം കുറച്ച് വെച്ച് അവിച്ച് ഒരു തിളപ്പൊക്കെ വന്നതിന് ശേഷം കുറച്ച് പാകത്തിന് ഉപ്പിട്ട് വേണം കണവ വേവിക്കാൻ. കണവ വേവിച്ചിട്ട് ഇതുമാതിരി തുന്നിയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻ്റ് ഇട്ടതിന് ശേഷം ഉള്ളി ഇച്ചിരി വഴങ്ങിയതിന് ശേഷം ഈ കണവ എടുത്ത് വെച്ചിരിക്കുന്നിടത്ത് ഇടുക. ഇട്ട് ഇതിനെയും മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കണവ അവിച്ച് വച്ചിരിക്കുന്നതിലും ഉപ്പിട്ടിട്ടുണ്ട്. ഈ നമ്മൾ ഉള്ളി ഇട്ടപ്പോഴും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും കറക്റ്റ് ആവും. അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് നോക്കിയേ ഇടാവൂ. എന്നുവെച്ചാൽ കണവ അവിക്കുമ്പോഴേ നമ്മൾ ഉപ്പിട്ടാണ് അവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. എന്നിട്ട് ഇതിനെ ഒരു 5 മിനിറ്റ് ഇത്രയും മെൽറ്റായി ഇതെല്ലാം കൂടെ വെന്ത് വരുന്നത് വരെ മൂടി വെച്ച് കുറച്ച് നേരം 5 മിനിറ്റ് ചെറു തീയിൽ വേണം ചെയ്യാൻ. അപ്പോഴേ കറിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അത് തീ കൂട്ടി വെച്ചാൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ടേസ്റ്റും കുറവാകും. അതുകൊണ്ട് എന്ത് കറി വെച്ചാലും ചെറു തീയിൽ വേണം ചെയ്യാൻ നമ്മൾ. ഇത് നമ്മൾ അടച്ച് വെച്ചാലും അപ്പോഴപ്പോഴായിട്ട് എടുത്ത് കുറേശ്ശെ കിണ്ടി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ വേകും, മറുഭാഗം വേകാതിരിക്കും. ഇപ്പോൾ എല്ലാം മിക്സായി. ഈ കണവയും ഉള്ളിയും ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റും വെളുത്തുള്ളിയെല്ലാം മിക്സായി വെന്തു. അപ്പോൾ ഇനി നമ്മൾ ഇത് അരപ്പിടണം. ഇത് തേങ്ങ, ഇനിയും ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, എരി കുറച്ചേ ഇടാവൂ കണവയ്ക്ക്, ഇച്ചിരി മുളക് പൊടി, ഇറച്ചി മസാലപ്പൊടി, ഇത്രയും ഇട്ട് നമ്മൾ മിക്സിയിൽ തോരന് കണക്കായിട്ട്, അല്ലെങ്കിൽ തോരൻ എന്ന് പറയുന്നത് തമിഴിൽ അവർ പൊരിയലെന്ന് പറയും, പൊരിയൽ കണക്കായിട്ട് ഇഞ്ചി ചെയ്ത് വെച്ചേക്കുവാണ്. അരച്ചല്ല, ഇഞ്ചി ചെയ്ത് വെച്ചാൽ മതി. ചെറുതായിട്ട് ഇഞ്ചി ചെയ്തെടുത്താൽ മതി. ഇതിനെ തട്ടി കൊടുക്കുവാണ്. തട്ടി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ചെറു തീയിലാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കത്തില്ല. അപ്പം നോൺ സ്റ്റിക്ക് പാത്രം ഇല്ലാത്തവരായാലും ചെറു തീയിൽ വെച്ചാലും നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിച്ച് നിന്നാൽ ഒന്ന് അത് കറക്റ്റായിട്ട് വരും. ടേസ്റ്റായ കണവത്തോരൻ, അതായത് കണവപ്പൊരിയൽ, കടന്ത എന്ന് പറയും. തമിഴിൽ കടന്തയാണ്, കണവയ്ക്ക് കടന്ത എന്ന് പറയും തമിഴിൽ. അപ്പോൾ കടന്ത പൊരിയൽ അല്ലെങ്കിൽ കണവത്തോരൻ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പിൻ്റെ അളവ് നോക്കിക്കോണം. അടച്ചു വയ്ക്കുകയാണ്. നമ്മൾ അപ്പോഴപ്പോഴായിട്ട് ഇതൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഒരു സൈഡ് വേകും. ഇത് മൊത്തം എല്ലാ സൈഡും എല്ലാ ഭാഗവും നല്ലവണ്ണം വെന്ത് കിട്ടാനും അടിയിൽ പിടിക്കാതിരിക്കാനും സഹായിക്കും. ഇത് അപ്പോഴപ്പോഴും നമ്മൾ ഉപ്പ് നോക്കണം, കറക്റ്റായ ഉപ്പ് നോക്കണം. ഇത് ഉപ്പ് ഞാൻ നോക്കിയാണ് ചെയ്യുന്നത്. എണ്ണയും കുറച്ച് വയ്ക്കുമ്പോൾ എണ്ണ കുറച്ചാണ് ഞാൻ വെച്ചത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനാണ്. അതുകൊണ്ടാണ് അപ്പം നമ്മൾ നോക്കേണ്ടത്. എണ്ണ കുറച്ച് വയ്ക്കുമ്പോൾ നോൺ സ്റ്റിക്കിൽ ചെയ്താൽ കുറച്ചുകൂടെ ഇതായിരിക്കും, എണ്ണയ്ക്ക് കുറവുണ്ടാവും, കുറച്ചുകൂടെ എണ്ണ പിടിക്കത്തില്ല. സാധാരണ പാത്രത്തിൽ വെച്ചാൽ നമ്മൾ സാധാരണ വേവിക്കുന്ന സ്റ്റീലിലോ സ്റ്റീൽ ചട്ടിയിലോ അലുമിനിയം ചട്ടിയിലോ വയ്ക്കുമ്പോൾ
അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. മാക്സിമം നമുക്കുള്ളതിൽ വേവിക്കാം നമുക്ക്. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്ക് ഇരുന്നതുകൊണ്ട് അതിൽ ചെയ്തു. അപ്പോൾ ഇത് ഇനി ഇച്ചിരി കൂടെ മൂക്കണം. എന്നിട്ട് അടച്ച് വയ്ക്കുന്നു ഞാൻ. ഇച്ചിരി കൂടെ മൂക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ കണവത്തോരൻ അല്ലെങ്കിൽ കടന്ത പൊരിയൽ റെഡിയായി. നല്ലവണ്ണം മൂത്തു, നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റും ആയിരിക്കുന്നുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. ഉപ്പും കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഉപ്പ് കുറച്ചേ ഇടാറുള്ളൂ. ഇവിടെ പ്രഷറൊന്നുമില്ല. എന്നാലും നമ്മൾ ഉപ്പ് കുറഞ്ഞാൽ കൂട്ടാം, കൂടിയാൽ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സ്റ്റവ് അണച്ചു ഞാൻ. ഇപ്പോൾ കണവത്തോരൻ അല്ലെങ്കിൽ കടന്തപ്പൊരിയൽ റെഡിയാണ്. ഇതിനി അടച്ചു വെക്കാം. അടച്ചു വെച്ച് ആവശ്യത്തിന് നമുക്ക് ഇനി ഉപയോഗിക്കാം. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.